മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്നുള്ളത് നമ്മൾ ഭാഷ പഠിക്കുമ്പോൾ ഉപമ പഠിക്കാനൊക്കെ ആദ്യമായി അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്ന വരികളാണ്. ആ ഒരു കാലഘട്ടത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതേ കാലഘട്ടം നമ്മൾ ജനാധിപത്യം പുലർന്ന 75 വർഷം കഴിയുമ്പോഴും വേറൊരു രൂപത്തിൽ വരുന്നു എന്നാണോ? അല്ല അഭിലാഷ്, ഇവരുടെ നേതാവിനെ പുകഴ്ത്തുന്നതിന് കുഴപ്പമില്ല. കാരണം തമ്പ്രാന്റെ അടിമകൾക്ക് തമ്പ്രാനെ പുകഴ്ത്താനുള്ള അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ തിരുത്താൻ ഞാൻ ആരുമല്ല. പക്ഷേ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർക്ക് പോലും ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ജനവികാരം മനസ്സിലാകുന്നില്ല എന്ന് ഈ ഒറ്റ പാട്ടിലൂടെ നമുക്ക് ബോധ്യമാകുന്നുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നാട്ടുകാരുടെ ജനവികാരം ഇവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുടെ വികാരം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടോ? 2016 മുതലുള്ള DA കുടിശ്ശികയും 2019 മുതലുള്ള ശമ്പള വർധനവ് മൂലം കിട്ടേണ്ട ആനുകൂല്യങ്ങളും അതൊക്കെ കിട്ടാതിരിക്കുമ്പോൾ പാട്ട് പാടിയിട്ടെങ്കിലും അത് കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണെങ്കിൽ ഒരു പക്ഷേ അത് ശരിയാണ്, അങ്ങനെ നടക്കട്ടെ. പക്ഷെ ഇവിടെ ചെമ്പടയ്ക്ക് കാവലാൾ എന്ന് പറഞ്ഞാൽ അത് TP ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞ, പെരിയ കേസിലെ കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്നുകളഞ്ഞ, ഷുഹൈബിനെയും ഷുക്കൂറിനെയും ഒക്കെ കൊന്നുകളഞ്ഞ ആ ചെമ്പടയ്ക്ക് കാവലായിട്ടുള്ളതാണെങ്കിൽ എക്സാക്ട്ലി റൈറ്റ് ആണ്. പിന്നെ ചെങ്കനൽ കണക്കൊരാളെന്ന് പറഞ്ഞാൽ, അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയെ കുറിച്ച് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ RSSന് അടിമവേല ചെയ്യുന്ന ADGPയെ കുറിച്ച് ചോദിക്കുമ്പോഴോ വോയിസ് റെസ്റ്റ് എടുത്തുകൊണ്ട് ഒളിച്ചോടുന്ന ആളെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ചെങ്കനൽ കണക്ക് എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം ശരിയാകണമെന്നില്ല. അടുത്തത് ചെങ്കൊടി കയ്യിലേന്തിയെന്ന്. കഴിഞ്ഞ 8.5 വർഷക്കാലത്തെ ആഭ്യന്തര വകുപ്പിന്റെ നയപരിപാടികൾ മനസ്സിലാക്കിയാൽ അറിയാം, ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ കയ്യിലിരിക്കുന്നത് ചെങ്കൊടിയല്ല, RSSന്റെ കാവിക്കൊടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകാൻ സാധ്യതയില്ല. ഇനി കേരളം നയിക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല, അദ്ദേഹം നന്നായിട്ട് തന്നെ നയിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ കവി പറയുന്നത് എന്താ, മറ്റ് രാജ്യങ്ങളിൽ പോലും പോയി, വിദേശത്ത് പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ തേടിക്കൊണ്ടുവരുന്നു, സമ്പത്ത് തേടിക്കൊണ്ടുവന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. അതായിരിക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹവും മകളും ജീവിത പങ്കാളിയായിട്ടുള്ള ആളും മരുമകനും കുട്ടിയും എല്ലാവരും കൂടിയിട്ട് വിദേശത്ത് യാത്ര നടത്തിയത്. അത് കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടത് തേടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിൽ നമ്മൾ മലയാളികളെ, കുറെ കവിതയൊക്കെ താങ്കൾ ഉദ്ധരിച്ചല്ലോ, മലയാള കവിതയുടെ വിപ്ലവകരമായിട്ടുള്ള ഈ മാറ്റം കാണുമ്പോൾ കേരളത്തിലെ CPMന്റെ സാധാരണപ്പെട്ട സഹാക്കർ പുളകം കൊള്ളുന്നുണ്ടാവും. കാരണം ബംഗാളിനും ത്രിപുരയ്ക്കും സമാനമായിട്ട് കേരളത്തിലെ കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇത്തരം കവിതകൾ എഴുതുന്ന ആളുകൾ, ഈ ആളുകളെയൊക്കെ നമ്മൾ എന്താ പറയാ, ഈ കാലന്റെ പണിയെടുക്കുന്ന ആളുകൾക്ക്, ചിത്രഗുപ്തന്റെ പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ കാറും മറ്റ് ജോലിയും പുനർനിയമവും ഒക്കെ കിട്ടുമ്പോൾ സാധാരണ മനുഷ്യർക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കണ്ടേ? ഇവിടെ ഫീനിക്സ് പക്ഷിയാണെന്നാണ് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ. കേരളത്തിലെ CPMന്റെ ഫിനിഷിംഗ് പക്ഷിയാണ്. കേരളത്തിലെ CPMനെ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ PS സാറ് പറഞ്ഞല്ലോ, അദ്ദേഹത്തെ ഈ കേരളത്തിലെ CPMന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെ കുറിച്ചിട്ടൊക്കെ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കില്ല. ഞാൻ ഒറ്റക്കാരിയെ പറയാനുള്ളൂ. ഈ പൈസ, ഈ കുടിശ്ശിക കൊടുക്കാത്തതിന്റെ പേരിൽ ബണ്ണും പാലും കൊടുക്കാത്ത കുട്ടികളുടെ ആശുപത്രി ഉണ്ട് തിരുവനന്തപുരത്ത്. അത് കൊടുക്കാനായിട്ട് ഈ ഫീനിക്സ് പക്ഷിക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ 10-24 മണിക്കൂർ CPIയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ഒരു മനുഷ്യൻ ലിഫ്റ്റിൽ കുടുങ്ങി പകലും രാത്രിയും. ആ മനുഷ്യന് ആനുകൂല്യമുണ്ടാകുന്ന രീതിയിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ അത്തരം സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ ഫീനിക്സ് പക്ഷിക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കത്രിക വയറ്റിൽ കുടുങ്ങിയിട്ട് വീട്ടിൽ പോയ ഒരു സ്ത്രീക്ക് നീതി ഉറപ്പാക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ICUയിൽ പോലും പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ കവിത ചൊല്ലേണ്ടത് പെൻഷൻ കിട്ടാത്ത, 5-6 മാസക്കാലമായിട്ട് പെൻഷൻ കിട്ടാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മുമ്പിൽ പോയി നിങ്ങൾ സ്റ്റേജ് കെട്ടിയിട്ട് ഈ കവിത ചൊല്ലണം. അതുപോലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ, കാലിയായിട്ടുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ, അല്ലെങ്കിൽ ഉള്ളതിന് വില വർദ്ധിപ്പിക്കുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റിന്റെ മുമ്പിൽ പോയി സാധാരണ മനുഷ്യരുടെ കൗളത്തെ തട്ടിക്കൊണ്ട് നിങ്ങൾ ഈ കവിത ചൊല്ലി കേൾപ്പിക്കണം. ശമ്പളം മുടങ്ങുന്ന KSRTCയിലെ ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള ഉദ്യോഗസ്ഥരോടെങ്കിലും ഈ കവിത ചൊല്ലി കേൾപ്പിക്കണം. കാരുണ്യ പദ്ധതി നിർത്തലാക്കിയ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ചികിത്സാ സഹായം പോലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്ത, ഹീമോഫീലിയ രോഗികൾക്കുള്ള ചികിത്സാ സഹായം പോലും കൊടുക്കാൻ പറ്റാത്ത ഈ സർക്കാരിന്റെ പ്രതിനിധികളായിട്ട് നിൽക്കുന്ന മുഖ്യമന്ത്രിയെ, നയിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടാണ് ഈ വാഴ്ത്തുപാട്ടെന്ന് ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വീട്ടിൽ പോയി നിങ്ങൾ പാടിക്കേൽപ്പിക്കണം. അവരൊക്കെ കേട്ട് പുളകം കൊള്ളട്ടെ. അഭിലാഷേ, ഉച്ചക്കഞ്ഞിക്ക് പണമില്ലാത്തതിന്റെ, ഞാൻ പറഞ്ഞു പൂർത്തിയായിട്ട് 1 മിനിറ്റ് കൂടി മതി. ഉച്ചക്കഞ്ഞിക്ക് 125 കോടി രൂപ കൊടുക്കേണ്ട അടുത്ത് സെപ്റ്റംബർ മാസത്തിൽ ആകെ 4.5 കോടി രൂപ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. സ്കൂൾ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രിയെ വാഴ്ത്തി പാടണം. ഉച്ചക്കഞ്ഞി വയ്ക്കുന്നവന് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രിയെയും വാഴ്ത്തി പാടണം. കാട്ടാനാക്രമത്തിൽ കേരളത്തിലെ മലയോര മേഖലയിലെ മനുഷ്യർ ദിനംപ്രതി മരിക്കുമ്പോൾ നിർനിമേഷനായിട്ട് നോക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ മരവിപ്പിച്ച് നോക്കി നിൽക്കുന്ന മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പാടണം. ഈ വിലക്കയറ്റം കൊണ്ട് ദുരിതം പിടിക്കുന്ന മനുഷ്യരെ, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ കൊണ്ട് ദുരിതം പേറുന്ന മനുഷ്യരെയൊക്കെ ഈ കവിത ചൊല്ലി പുളകം കൊള്ളിക്കണം. ഇത്തരം ചിത്രഗുപ്തന്മാർക്ക് കാറ് കിട്ടും, ജോലിയിൽ പുനർനിയമനം കിട്ടും, മറ്റു പല സൗകര്യങ്ങളും കിട്ടും. സാധാരണ മനുഷ്യർക്ക്, സാധാരണ സഖാക്കന്മാർക്ക് പിണറായി വിജയൻ എന്ന് പറഞ്ഞ സഖാവ് എന്ത് കൊടുത്തു എന്നുകൂടി നിങ്ങളൊന്ന് പറഞ്ഞേ. ശരി, ഓക്കെ, അതാണ്.